അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫി സാബിയ. പ്രിയ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് അൽ വഹ്ദത്തുൽ ഖാമിസ 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇസ്മുൽ വഹ്ദ യൂണിറ്റിന്റെ പേരെന്താണ്? ഹുബ്ബുൽ വത്വൻ, രാജ്യസ്നേഹം, പാട്രിയോട്ടിസം. അതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സഅദത്തുൽ ഹുരിയ, സ്വാതന്ത്ര്യത്തിന്റെ സൗഭാഗ്യം. അത് ഖിസ്വത്തുൻ, ഒരു കഥയാണ് അതിലുള്ളത്, സ്റ്റോറിയാണ്. അദ്ദർസുസാനി, 2ാമത്തെ ചാപ്റ്ററിന്റെ ഇസ്മ റിഹ്ലത്തുൻ സഈദത്തുൻ, ഹാപ്പി ജേണി. അത് ഹിവാറുൻ, ഒരു കോൺവെർസേഷൻ ആണ്. അദ്ദർസു സാലിസ്, 3ാമത്തെ ചാപ്റ്ററിന്റെ ഇസ്മ യൗമു ജംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ. അത് തഖരീറുൻ, ഒരു റിപ്പോർട്ടാണ്. അതിൽ പേജ് നമ്പർ 80 എന്താണെന്ന് നോക്കൂ. നുലഹിലു, നമുക്ക് നിരീക്ഷിക്കാം. വനുഅബ്ബിറു, എന്നിട്ട് നമുക്ക് പറയാം. മാദാ തറൗന ഫിസ്സൂറ, എന്താണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്? എന്താണ് കാണുന്നത്? ഹുനാക, ഇവിടെ ഒരു ജബലുൻ, പർവ്വതം കാണാം. അതുപോലെ തന്നെ ജുനൂദ്, സൈനികരെ കാണാം. മാദാ യഫ്അലുൽ ജുനൂദ്, സൈനികരെന്താണ് ചെയ്യുന്നത്? യർഫഊന അലമുൽ ഹിന്ദ്, അലമുൽ ഹിന്ദ്, ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സൈനികരെയും നമുക്ക് കാണാം. ഇന്ത്യൻ അതിർത്തിയിലെ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളിലെ പതാകയേന്തിയ സൈനികരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കം ലൗനൻ അലമുൽ ഹിന്ദ്, ഇന്ത്യൻ പതാകയ്ക്ക് എത്ര കളേഴ്സാണ് അതിൽ കാണുന്നത്? അർബഅത്തു അൽവാനിൻ, 4 നിറങ്ങൾ അതിൽ വരുന്നുണ്ട്. സഅഫറാൻ, കുങ്കുമം, ഫസ്റ്റ് വരുന്നത് കുങ്കുമത്തിന്റെ കളറാണ്. മിഡിലായിട്ട് വരുന്നത് അബിയലുൻ, വൈറ്റ് കളർ കാണാം. അഹ്ലർ, ഗ്രീൻ, അശോക ചക്രത്തിന്റെ കളറ്. അസ്റഖ്, ബ്ലൂമാണ്. യജിബു, നിർബന്ധമാണ്. അന്നഹ്തരിമ അലമുൽ ഹിന്ദ്, ഇന്ത്യൻ പതാകയെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ വജുനൂദുൽ ഹിന്ദി, ഇന്ത്യൻ സൈനികരെയും നമ്മൾ ബഹുമാനിക്കണം. ഹിഫ്ളുൽ വത്വനി, രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് മസ്ഊലിയത്തു കുല്ലു ഹിന്ദിയൻ, എല്ലാ പൗരന്റെയും, എല്ലാ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. നസ്അ ലിത്തഖദ്ദുമിൽ വത്വനി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണെന്ന് നോക്കാം. അദ്ദർസുൽ അവൽ, 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് സഅദത്തുൽ ഹുരിയ, സ്വാതന്ത്ര്യത്തിന്റെ സൗഭാഗ്യം. സ്വാതന്ത്ര്യമുണ്ടായാൽ ഉണ്ടാകുന്ന സൗഭാഗ്യത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ആദിഹി കിസ്സത്തുൻ, ഇതൊരു കഥയാണ്. ഫിൽ ഓബത്തി, കാട്ടിലാണ് ഈ കഥ നടക്കുന്നത്. ഫിൽ ഓബത്തി, കാട്ടിലെ. ഹയവാനാത്തുൻ വതുയൂറുൻ കസീറ, ധാരാളം പക്ഷികളും മൃഗങ്ങളും ഉണ്ട്. യൗമൻ, ഒരു ദിവസം. വസ്വല സയ്യാദൂൻ, വേട്ടക്കാര് എത്തിച്ചേരുകയാണ്. മദ്ഹലിൽ ഓബത്തി, കാട്ടിലെ കവാടത്തിലേക്ക് വരുന്നതാണ്. ഇനി നമുക്ക് കഥയിൽ ബാക്കി എന്താണെന്ന് നോക്കാം. വസ്വല സയ്യാദൂന ഇല മദ്ഹലിൽ ഓബത്തി ഇസ്തഅദ്ദത്തിൽ ഹയവാനാത്തു ലിൽ ഹുജൂമി അല സയ്യാദീൻ ഫഖാല റഈസു സയ്യാദീന ലി അസ്തിഖാഇഹി മഹ്ലൻ തറാജഉ ഖലീലൻ സുമ്മ ഇൽതഫത ഇലൽ ഹയവാനാതി ഖായിലൻ ഉരീദു ലിഖാഅ മലിക്കിൽ ഓബ സഅല അൻ-നമിറു ലിമ തുരീദു ലിഖാഅഹു ഖാല റഈസു أريد أن أعرض عليه شيئا فأذن له النمر أن يذهب بدون الأسلحة. وافق الرئيس وانطلق مع النمر إلى الأسد. قال الأسد علبانا لما أتيتم أنتم يقتلون الحيوانات؟ قال الصياد ما جئنا لنقتل أي حيوان. سأل الملك إذن മല്ലദീ ജാഅ ബിക്കും, നമുക്ക് അർത്ഥം നോക്കാം. വസ്വല സയ്യാദൂന,
വേട്ടക്കാർ എത്തിച്ചേർന്നു ഇല മദ്ഖലിൽ ഓബത്തി, കാടിന്റെ കവാടത്തിലേക്ക്, പ്രവേശന കവാടത്തിലേക്ക് വേട്ടക്കാർ എത്തിച്ചേർന്നു. ഇസ്തഅദ്ദത്തിൽ ഹയവാനാത്തോ, മൃഗങ്ങൾ തയ്യാറായി, ലിൽ ഹുജൂമി, ആക്രമിക്കാൻ വേണ്ടി, അലസ്സൊയ്യാദീൻ, ആ വേട്ടക്കാരെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി. ഫഖാല, അപ്പോൾ പറഞ്ഞു, റഈസുസ്സൊയ്യാദീന, വേട്ടക്കാരിലെ റഈസ്, നേതാവ് പറയുകയാണ്, ലി അസ്തികാഇഹി, അവന്റെ കൂട്ടുകാരോട് പറഞ്ഞു, മഹ്ലൻ, സാവകാശം കാണിക്കൂ, തറാജഉ കലീലൻ, നിങ്ങൾ അല്പം കുറച്ച് ബാക്കിലേക്ക് നിൽക്കൂ. സുമ്മ, പിന്നീട്, ഇൽതഫത ഇലൽ ഹയവാനാത്തി, മൃഗങ്ങളിലേക്ക്, ഇൽതഫത, അവൻ തിരിഞ്ഞു, ഖായിലൻ, പറയുന്നവനായിട്ട്, ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നത്, ലികാ, കണ്ടുമുട്ടാനാണ്, മലിക്കിൽ ഓബ, കാട്ടിലെ രാജാവിനെ കാണുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഅലൻ നമിറു, പുലി ചോദിച്ചു, ലിമ തുരീദോ, എന്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ലികാഅഹു, അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. ഖാല റഈസു, ആ നേതാവ് പറഞ്ഞു, ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അഅരിള അലൈഹി ഷൈഅൻ, ഏതാനും ചില കാര്യങ്ങൾ, അഅരിള, പ്രകടമാക്കാൻ വേണ്ടിയിട്ട്, വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അപ്പോൾ അനുമതി കൊടുത്തു, ലഹു അന്നമിറു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നെമിർ അനുമതി കൊടുത്തു, അൻ യദ്ഹബ, പോകാൻ, ബിദൂനിൽ അസ്ലിഹ, ആയുധങ്ങളില്ലാതെ, അസ്ലിഹത്ത് ആയുധം, ദൂന കൂടാതെ, ആയുധങ്ങളൊന്നുമില്ലാതെ രാജാവിന്റെ അടുക്കൽ പോകുവാൻ വേണ്ടി പുലി ആ സൊയ്യാദിനെ, ആ റഈസിന് അനുമതി കൊടുത്തു. വാഫഖ റഈസു, ആ നേതാവ് അതിനോട് യോജിച്ചു. വൻ തൊലക്ക മഅൻ നെമിരി, നെമിറിന്റെ കൂടെ അവൻ പോയി, ഇലൽ അസദി, സിംഹത്തിന്റെ അടുക്കലേക്ക്. കാലൽ അസദോ, സിംഹം പറഞ്ഞു, ഉൽബാൻ, കോപത്തോടെ പറഞ്ഞു, ലിമാതൈത്തും, നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ വന്നിരിക്കുന്നത്, അൻതും, നിങ്ങൾ യഖ്തുലൂനൽ ഹയവാനാത്തി, മൃഗങ്ങളെ നിങ്ങൾ കൊല്ലുന്നവരാണല്ലോ, നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. കാല സൊയ്യാദോ, വേട്ടക്കാരൻ പറഞ്ഞു, മാ ജഅന, ഞങ്ങൾ വന്നിട്ടില്ല, ലിനഖ്തുല, കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത്, അയ്യ ഹയവാനിൻ, ഞങ്ങൾ ഒരു മൃഗത്തെയും കൊല്ലാൻ വന്നവരല്ല. സഅലൽ മലിക്കു, രാജാവ് ചോദിച്ചു, ഇതൻ, എങ്കിൽ മല്ലദീ ജഅ ബിക്കും, പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത്. ഖാല റഈസു, ആ നേതാവ് പറഞ്ഞു, ഫി ബലദിന, ഞങ്ങളുടെ നാട്ടിൽ, ഹദീഖത്തുൽ ഹയവാനാത്തി, ഒരു മൃഗശാലയുണ്ട്, സൂ ഉണ്ട്, വജ്യന, ഞങ്ങൾ വന്നിരിക്കുന്നത്, ഇലൽ ഓബത്തി, കാട്ടിലേക്ക് വന്നത്, കൈ, വേണ്ടിയിട്ടാണ്, നത്ലുബ മിൻക, താങ്കളിൽ നിന്നും ആവശ്യപ്പെടാനാണ്, താങ്കളോട് ഞങ്ങൾ ആവശ്യപ്പെടാനാണ് വന്നത്, അൻതുർസില, അയച്ചു തരാൻ, മഅന, ഞങ്ങളോടൊപ്പം, ബഅൽ ഹയവാനാത്തി, ചില മൃഗങ്ങളെ. സഅലൽ മലിക്കു, രാജാവ് ചോദിച്ചു, മാതാ, എന്താണ്, തസ്തഫീദൂന മിൻ ദാലിക, അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്, നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഈ മൃഗങ്ങളെ കൊണ്ടുപോയിട്ട് ലഭിക്കുന്നത്. ഫബയ്യന സൊയ്യാദു, അപ്പ വേട്ടക്കാരൻ വ്യക്തമാക്കി, യഅ്തിന്നാസു, ജനങ്ങൾ വരും, കിബാറുഹും വസിഓറുഹും, സിഓർ, ചെറിയവരും, കിബാർ, വലിയവരും, ജനങ്ങളിൽ നിന്നും ചെറിയവരും വലിയവരും വരും, ലിറുഅയത്തിൽ ഹയവാനാത്തി, മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, മൃഗശാലയിലേക്ക് മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരും. നക്തസിബു ബിഹ, അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്പാദിക്കാം, അംവാലൻ കസീറ, ധാരാളം പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞു, ധാരാളം പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞു. ഫസഅലൽ മലിക്കു, അപ്പോൾ രാജാവ് ചോദിച്ചു, വമാദാ നസ്തഫീദു നഹ്നു മിൻ ദാലിക, അതിൽ നിന്ന് ഞങ്ങൾക്കെന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത്. അശാറ സൊയ്യാദോ, വേട്ടക്കാരൻ ചൂണ്ടിക്കാണിച്ചു, ഇലൽ ഫവാഇദി, പ്രയോജനത്തിലേക്ക്. ആദിഹിൽ ഹയവാനാത്തു, ഈ മൃഗങ്ങൾ തഈഷു, അത് ജീവിക്കും, റഅദൻ,
സുഭിക്ഷമായി നല്ല സമൃദ്ധമായിട്ട് നല്ല ആർഭാടമായി ജീവിക്കാൻ അവർക്ക് സാധിക്കും. വലാ തഹ്താജ് ആവശ്യമില്ല ഇലസ്സറിയെ പരിശ്രമവും അതുപോലെ തന്നെ വത്താഅബി ക്ഷീണമോ അധ്വാനമോ അവർക്ക് ആവശ്യമില്ല. ലികസ്ബിൽ അത്ഇമതി ഭക്ഷണങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ക്ഷീണമോ പരിശ്രമമോ ആവശ്യമില്ല. വഹിയ ജായിസത്തുൻ അവയെല്ലാം റെഡിയാണ്, തയ്യാറായിരിക്കുന്നു. ഫിൽ ഹദീകത്തി കുല്ലഹീനിൻ കുല്ലഹീൻ എല്ലാ സമയത്തും മൃഗശാലയിലെ ഫുഡ് റെഡിയാണ്. കാലൽ അസദു സിംഹം പറഞ്ഞു, ദഇനി എന്നെ ഒഴിവാക്കൂ, എന്നെ വിടൂ. ഉശാവിറു മഅൽ ഹയവാനാത്തി ഞാൻ മൃഗങ്ങളുമായിട്ട് കൂടിയാലോചന നടത്താം, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ കഥയിലെ അറിയാത്ത വേർഡ്സുകളുടെ അർത്ഥസഹിതം നിങ്ങൾ എഴുതി പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.